അനീഷ് കുമാർ കൂടി ചേരുന്നത്. അനീഷ്, ഇവിടെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ചെറിയ ഞെട്ടലല്ല CPM-ൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പി ജയരാജനെ പോലെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ ഇത്ര ഗുരുതരമായ, അദ്ദേഹത്തിന്റെ കുടുംബാംഗവും മകനുമുണ്ടല്ലോ, മകനെതിരെയും ഒക്കെ ശക്തമായ ഭാഷയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിന്റെ സ്വഭാവം എന്തായിരുന്നു? ജയരാജനെ പേരെടുത്ത് ആ വിമർശനം ആ തരത്തിൽ മുന്നോട്ട് പോകാതെ ഈ മനു തോമസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ പ്രസക്തി മാത്രമാണോ ചർച്ചയിലായത് ഇന്നലെ? രഞ്ജിത്ത്, തീർച്ചയായും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ മനു തോമസ് പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തു പോയ ശേഷം പിന്നീട് പി ജയരാജനാണ് മനു തോമസിന് ഒരു പ്രകോപനം സൃഷ്ടിച്ചത്. കാരണം ബിസിനസ് പരമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് പാർട്ടി നിർദ്ദേശങ്ങൾ പാലിച്ചെങ്കിലും അത് നടപ്പിലാകാതെ പോയി. ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നവർക്ക് വലിയ സ്വീകാര്യത പുറത്ത് മാധ്യമങ്ങളിലും പ്രതിപക്ഷത്തിലും കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാമർശങ്ങൾ ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെ നിന്നാണ് ചെറിയ പ്രശ്നമുണ്ട്. അനീഷിന്റെ ശബ്ദ സംരക്ഷണ ചെറിയ പ്രശ്നമുണ്ട്. അനീഷിലേക്ക് വരാം. അനീഷ്, ഏതായാലും ഈ വിഷയം CPM-ന് അവഗണിക്കാനാവില്ല എന്ന് പറയുന്നത് കാരണം ബിനോയ് വിശ്വം പോലെയുള്ള CPI-യുടെ പ്രധാനപ്പെട്ട പദവിയിരിക്കുന്ന നേതാവ്, ഘടകകക്ഷിയുടെ നേതാവാണ് ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഭാഷയിൽ തന്നെയാണ് വിമർശനമെങ്കിൽ അത് മറുപടി പറയാതിരിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ലതാനും. അനീഷ്, തുടരാം. തീർച്ചയായും അത്തരത്തിൽ പിന്നീടാണ് പി ജയരാജന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഈ ജയരാജന്റെ മകന് മാഫിയ ബന്ധമുണ്ട് നടക്കുമുള്ള കാര്യങ്ങളുമായി രംഗത്ത് വരികയും ഇതിന് പിന്നാലെ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയെ പോലുള്ള സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾ മനു തോമസ് ഭീഷണിയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇതിലെ അപകടം CPM ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അനുസൃതമായ ചർച്ചകളാണ് ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുകയും ചെയ്തത്. സെക്രട്ടേറിയറ്റിന് ശേഷം ജില്ലാ സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. മനു തോമസ് പാർട്ടിക്ക് സ്വമേധയാ പുറത്തുപോയതാണ്, അംഗത്വം പുതുക്കാതെ പുറത്തുപോയതാണ്. അതുകൊണ്ട് ഈ മനു തോമസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാരണങ്ങളാണ്. അവയിൽ പാർട്ടി ബന്ധുക്കളും വിശ്വാസികളും വീണുപോകരുത് എന്നതാണ് ഒരു പ്രധാന കാര്യം. മറ്റൊന്ന്, ഈ സമൂഹ മാധ്യമങ്ങളിൽ കൊലവിളി നടത്തി ഈ ഭീഷണി മുഴക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് മറ്റു രാജ്യദ്രോഹ വിരുദ്ധ ശക്തികളുണ്ട്. അവർ പാർട്ടിയുടെ അഭിപ്രായമല്ല രേഖപ്പെടുത്തുന്നത്. അവർ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്ക് കീഴിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് പാർട്ടി പ്രവർത്തകർ അവരെ പ്രോത്സാഹിപ്പിക്കരുത്. അതായത് ഈ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ നടത്തിയ കൊലവിളി, മനു തോമസിനെതിരെ നടത്തിയ കൊലവിളി പാർട്ടിയുടെ നയമല്ല എന്നൊരു നിലപാടാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗം ഈ പി ജയരാജനും ഷാജിറിനുമൊക്കെ എതിരെ ഈ മനു തോമസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇവർക്ക് ഒരു തരത്തിലുമുള്ള മാഫിയകളുമായി ബന്ധമില്ല. ഇവരുടെ മക്കൾക്ക്, ഈ ജയരാജന്റെ മകനടക്കം ഈ സ്വർണ്ണ കടത്തുകാരുമായി യാതൊരു ബന്ധവുമില്ല. അത്തരം കാര്യങ്ങളിലും തെറ്റായ കാര്യങ്ങളാണ് മാധ്യമങ്ങളുടെയും മറ്റും പുറത്തേക്ക് വരുന്നത്. അക്കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായ മുഖവിലേക്കെടുക്കാൻ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും തയ്യാറാവരുത് എന്നീ 3 കാര്യങ്ങൾ. ഒന്ന്, മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളല്ല, അല്ലെങ്കിൽ പാർട്ടിയുമായി ഇപ്പോൾ നേരിട്ടൊരു ഏറ്റുമുട്ടലിലുള്ള ആളല്ല മനു തോമസ് എന്ന് പറഞ്ഞു വെക്കുക. 2, ഈ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും പോലുള്ള ആളുകൾ പാർട്ടിയുടേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ പാർട്ടിയുടേതല്ല. പാർട്ടിയെ ന്യായീകരിക്കാനോ പാർട്ടിയുടെ പേരിൽ ഭീഷണിപ്പെടുത്താനോ അവരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അവർക്ക് ലൈക്കും ഷെയറും നൽകി പാർട്ടി പ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. മറ്റൊന്ന്, പി ജയരാജനും ഷാജിറിനും അടക്കമുള്ള ഇതുവരെ ആരോപണങ്ങൾ ഉയർന്ന പാർട്ടി നേതാക്കൾക്ക് ഒരു തരത്തിലും ഇത്തരം ഇടപാടുകാരുമായി ബന്ധമില്ല എന്നിങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ജില്ലാ ഘടകത്തിൽ മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റിയ വിഷയമല്ല എന്നൊരു തിരിച്ചറിവ് കൂടെ സെക്രട്ടേറിയറ്റിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റിക്ക്, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പാകത്തിലേക്ക് വിഷയത്തെ വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം കേവലം നിലവിലുള്ള ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കണ്ണൂർ ജില്ലയിൽ CPM-ന് നേരിടേണ്ടി വരുന്നത്. 100% വിജയിക്കുമെന്ന് കോൺഗ്രസിന് പോലും ഉറപ്പില്ലാത്ത സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ പാർട്ടി പരാജയപ്പെട്ടു. പാർട്ടി കോട്ടകളിൽ നിന്നും വലിയ തോതിൽ വോട്ടുകൾ ചോരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഈ കൊലപാതക കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുമായി CPM നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ വർഗ ബഹുജന സംഘടനാ നേതാക്കളൊക്കെ ഇതിന്റെ ഭാഗമാണെന്നുള്ള പ്രചാരണം ഒരു വശത്ത് നടക്കുന്നു. അവർ ഈ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ആളുകൾ വധ കേസുകളിലും ഒപ്പം സ്വർണ്ണക്കടത്ത് കേസിലും കൊട്ടേഷൻ കേസുകളിലുമൊക്കെ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അതുകൊണ്ട് പാർട്ടിയിൽ ഒരു സമഗ്രമായ ശുചീകരണം കണ്ണൂർ ജില്ലയിൽ ആവശ്യമുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെ പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടി താൽക്കാലികം മാത്രമാവില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ CPI-യെ പോലും മുഖവിലേക്കെടുക്കാൻ, അല്ലെങ്കിൽ CPI-ക്ക് പോലും മുഖവിലേക്കെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് CPM-ന്റെ കണ്ണൂരിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന വിലയിരുത്തൽ എല്ലാ ഇടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് അനീഷ, മറ്റൊരു
പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിലാണ് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്കിടയിൽ ഈ മനു തോമസ് അനുകൂല വിഭാഗമെന്നും മനു തോമസിനെ എതിർ വിഭാഗമെന്നുമുള്ള രണ്ട് തലമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം മനു തോമസ് പറഞ്ഞ പല കാര്യങ്ങളും മറ്റു പല നേതാക്കളും പറയാതെ പറഞ്ഞുകൊണ്ടിരുന്ന വിവാദങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ ജയരാജനെതിരായ പടയൊരുക്കം അത് കണ്ണൂർ ജില്ലയിൽ ആ തരത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? നേരത്തെ മുതൽ തന്നെ കണ്ണൂർ ജില്ലയിൽ ജയരാജനെതിരായ ഒരു പടയൊരുക്കം പാർട്ടിക്കുള്ളിൽ ഒരു തരത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പാർട്ടിക്കെതിരായ പ്രവർത്തനം എന്ന രീതിയിൽ ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ, ബാനറുകൾ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ, ചില ഫേസ്ബുക്ക് പേജുകൾ എന്നിവയൊക്കെ നേരത്തെ തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞതായിരുന്നു. ഇവിടെ ഈ മനു തോമസിന്റെ നടപടി ഉണ്ടായ ശേഷം, അല്ലെങ്കിൽ മനു തോമസ് സ്വയം അംഗത്വം പുതുക്കാതിരിക്കുകയും പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായ ശേഷം ഈ പി ജയരാജനാണ് ആദ്യം പ്രതികരണമായി രംഗത്ത് വന്നത്. കാരണം പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ എന്താണ് അദ്ദേഹം പുറത്തു പോകാനുള്ള കാരണം, അദ്ദേഹം എന്തൊക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. പക്ഷേ മനു തോമസ് നേരത്തെ പലപ്പോഴായി നടത്തിയ പ്രതികരണങ്ങളും പറയുന്നുണ്ട്. കാരണം താൻ പാർട്ടിക്ക് പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു നടപടി ഉണ്ടായാൽ വിശദീകരണം നൽകേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. ഇതേ നിമിഷം വരെ പാർട്ടി ഒരു ഔദ്യോഗിക തലത്തിലുള്ള വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. മറുവശത്ത് പി ജയരാജന് എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നു, പി ജയരാജൻ എന്തുകൊണ്ട് തനിക്കെതിരെ വിശദീകരണം നൽകുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം പി ജയരാജൻ അല്ലാതെ മറ്റു നേതാക്കൾ ആരും, കണ്ണൂർ ജില്ലയിലെ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ആരും ഈ മനു തോമസിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടില്ല. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റിലും ഈ സംബന്ധിച്ച ചർച്ചകളുണ്ടായി. പി ജയരാജൻ അനാവശ്യത്തിൽ തിടുക്കപ്പെട്ടാണ് മനു തോമസിനെതിരായ ചില പരാമർശങ്ങൾ നടത്തിയെന്നൊരു വിലയിരുത്തലുമുണ്ടായി. എന്തായാലും പരസ്യമായ നിലപാടുകൾ പറഞ്ഞു CPMലെ നേതാക്കൾ ആരും രംഗത്ത് വരില്ല എന്ന് നമുക്കറിയാം. പി ജയരാജൻ പറഞ്ഞു ഇനി മുന്നേക്ക് മനു തോമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നൊരു വികാരത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അദൃശ്യമായ ഒരു വരമ്പ് ഈ പി ജയരാജനോടൊപ്പം നിൽക്കുന്നവരും പി ജയരാജനെതിരെ നിൽക്കുന്നവരും തമ്മിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മനു തോമസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ CPMനെ വിടാതെ പിന്തുടരുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ മനു തയ്യാറാണ് എന്നുള്ള വാർത്തയുമുണ്ട്. മനു തോമസിന് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയത്. ജയിലിൽ നിന്ന് പോലും ജീവന് ഭീഷണി, അതായത് ആശയപരമായ പോരാട്ടത്തിനിറങ്ങിയ തനിക്കെതിരെ ജീവന് ഭീഷണിയായ തരത്തിലാണ് ഈ പ്രധാനപ്പെട്ട ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന ആക്ഷേപം കൂടി മനു തോമസിനുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, അതും CPMന്